ഹലോ നമസ്കാരം, എല്ലാവർക്കും കേരള PSC റിസൾട്ട് വർഷത്തിലേക്ക് സ്വാഗതം. സൈലത്തിന്റെ വികസന നേട്ടങ്ങൾ നിങ്ങളോടൊപ്പം പറയാനായി ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് കേന്ദ്ര കമ്മിറ്റി അംഗമായ പ്രഭു ഫ്രം ഡൽഹി. അതുപോലെ തന്നെ പ്രാദേശിക നേതാവ് ലോലിതൻ ഫ്രം വെട്ടിക്കവല. ജയ് സൈലന്റ്. അതുപോലെ തന്നെ വനിതാപക്ഷ നേതാവായും സുന്ദരിയും സുമുഖിയുമായ ശോഭന മഞ്ഞളാൻ. നമസ്കാരം. സുബലേഷ് ഇല്ലേ വല്ലാണ്ട് വിയർക്കും. ചേച്ചി കുറെ വിയർക്കും ഇന്ന്. അതുപോലെ തന്നെ യുവജന പ്രസ്ഥാനത്തിന്റെ രോമാഞ്ചമായ ദാമു പൂക്കളം. അതുപോലെ തന്നെ നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് ടോമിച്ചൻ. ഭരണപക്ഷ വക്താവായ സജി 30 സെക്കൻഡ്. നമസ്കാരം. വി ഫോർ വിക്ടറി. അപ്പോൾ നമ്മുടെ ചോദ്യങ്ങളിലേക്ക് കിടക്കുകയാണ്. നമുക്കറിയാം സൈലം PSC കേരളത്തിന്റെ വികസന നേട്ടങ്ങളുടെ ഒരു പ്രധാന മുഖമുദ്രയാണ്. കഴിഞ്ഞ വർഷത്തെ നേട്ടങ്ങൾ നോക്കിയാൽ ഏറ്റവും പ്രധാനപ്പെട്ട ബാച്ചുകളായ LP UP LDC ബാച്ചുകളുടെ വിജയം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ശ്രീ ലോലിതൻ വെട്ടിക്കവല, ഈ വിജയത്തെ, ഈ ഒരു വികസനത്തെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണും? കേരളത്തിന്റെ നിങ്ങൾ പറഞ്ഞത് കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തിന്റെ മുഖമുദ്ര തന്നെയാണ് സൈലം PSC എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതിനെക്കുറിച്ച് ശോഭനേച്ചിക്ക് ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്. ശോഭനേച്ചി, എന്താണ് LP UP ബാച്ചിനെ കുറിച്ച് ചേച്ചിക്ക് പറയാനുള്ളത്? സുബലാഷേ, LP UP ഒരു കാര്യം, ടച്ചപ്പിന് ആരെങ്കിലും കിട്ടോ ഇവിടെ? ചേച്ചി ആദ്യം ഇതിലൊന്ന് ടച്ച് ചെയ്ത് നിൽക്കുമോ? ശരി. അപ്പൊ നമ്മുടെ ഈ LP UP യെ കുറിച്ച് പറയുകയാണെങ്കിൽ മലയാളത്തിനും ഇംഗ്ലീഷിനും മാത്സിനും സയൻസിനും എന്ന് വേണ്ട എല്ലാ PSC പരീക്ഷകൾക്കും ഇത്രയും വാരിക്കോരി കൊടുത്തൊരു വേറൊരു ബാച്ചുമില്ല. അതാണ് ചേച്ചി പറയുന്നത്. ചേച്ചി പറയുന്നത് സത്യമാണ്. സൈലത്തിന്റെ വിജയകഥകൾ പറയാൻ മറ്റൊരു വാക്കോ മുഖമോ ഇല്ല എന്നുള്ളതാണ് സത്യം. അടുത്തതായി നമുക്ക് സംസാരിക്കാനുള്ളത്, എന്തായാലും ഇതിനെക്കുറിച്ച് വ്യക്തമായി പറയാനുള്ളതും യുവജനങ്ങൾക്ക് തന്നെയാണ്. യുവജനത്തിന്റെ പ്രധാന മുഖം ശ്രീ ദാമു പൂക്കളം. 2-3 മുടികൾ നരച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം യുവത്വത്തിന്റെ പ്രധാന വക്താവ് തന്നെയാണ്. ശ്രീ ദാമു പൂക്കളം, എന്താണ് സൈലത്തിന്റെ വിജയഗാഥകളെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ ഒരു തന്തവൈബ് ചിന്താഗതിയിൽ നിന്ന് മാറിക്കൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ യുവജനത്വത്തിന്റെ പ്രതീകങ്ങളായിട്ട് ഒരുപാട് പേര് നമുക്ക് ഇനിയും സൈലത്തിലേക്ക് വന്നിട്ടുണ്ട്, ഇനി വരാനുണ്ട്. വന്ന ആൾക്കാരെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ അഭിഷേക് LD, അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ദേവിക, ഒരുപാട് പേര് നമ്മുടെ യുവത്വത്തിന്റെ ഭാഗമായിട്ട്. അപ്പോൾ ഈ LP UP പോലെയുള്ള LDC പോലുള്ള സൈലത്തിന്റെ ഗംഭീര ബാച്ചുകൾ ഒന്നിനൊന്ന് മികച്ചതായിരുന്നു എന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല എന്ന് ഐക്യകണ്ഠേന എല്ലാ നേതാക്കളും സംഗ്രഹിക്കുമ്പോഴും ഐക്യകണ്ഠേനല്ല, ഐകകണ്ഠ്യേന. എന്റെ പൊന്നു ചേച്ചി, ഇത് ലൈവ് ഷോ ആണ് ചേച്ചി. അപ്പൊ ഭരണപക്ഷത്തിന്റെ പ്രധാന മുഖമായ ശ്രീ സജി 30 ഏക്കർ, അദ്ദേഹത്തിന് ഒരുപാട് പറയാനുണ്ടാകും. എന്താണ് സാർ താങ്കൾക്ക് ഇതിനെ കുറിച്ച്? സൈലത്തിന്റെ പദ്ധതികളെ കുറിച്ച് പറയാൻ, കുട്ടികളെ കൃത്യമായിട്ട് റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് സൈലം. ഓരോ കുട്ടികളുടെയും ഹൃദയമിടിപ്പാണ്. കണ്ടില്ലേ? കണ്ടോ? സൈലം കണ്ടോ? അതെ, കണ്ടോ? ഓരോരുത്തരുടെയും കണ്ടോ? ഒരു ശരിയായ നേതാവ് എങ്ങനെയാകണമെന്നുള്ള ഉദാഹരണമാണ് ഇപ്പോൾ ഇദ്ദേഹം കാണിച്ച ഈ വെകിളിയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണ് ലോലിതൻ വെട്ടിക്കവല ഈ വികാരത്തിന്റെ രഹസ്യം? ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കേരളത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ഇത്രയേറെ ഒരു മുന്നേറ്റം ഉണ്ടാക്കിയ പ്രസ്ഥാനം കുറച്ചുകൂടി വേഗത്തിൽ സംസാരിച്ചിരുന്നെങ്കിൽ പദ്ധതി കുറച്ച് വേഗത്തിൽ അവതരിപ്പിക്കാമായിരുന്നു. കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഇത്രയേറെ മുന്നേറ്റം ഇത് വാക്കുകൾ അചഞ്ചലമാകുന്ന നിമിഷമാണ്, വാക്കുകൾ തടസ്സപ്പെടുന്ന നിമിഷമാണ്, സൈലത്തിന്റെ വിജയമാണ്. താങ്കളുടെ വിറച്ചു നിന്നോളൂ, ഞാൻ ജസ്റ്റ് ഒന്ന് അഡ്വക്കേറ്റ് വരാം. ടോമിച്ചൻ, ഇതുപോലൊരു വിജയം കേരളത്തിന് പറഞ്ഞറിയിക്കാൻ മറ്റൊന്നുണ്ടാകുമോ? സുബിലാഷ്, നമ്മൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ റിസൾട്ടുകളാണെങ്കിലും ഇനി വരാൻ പോകുന്ന റിസൾട്ടുകളാണെങ്കിലും സൈലത്തെ കവച്ചു വെക്കാൻ പറ്റുന്ന റിസൾട്ട് ഇനി വരാനില്ല. അത്രയും മികച്ച റിസൾട്ടുകളുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ നിയമവശങ്ങളെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ, പുതിയ LP UP പുതിയ LDC എന്നിവയുടെ നിയമവശം എങ്ങനെയാണ്, വിജയം എങ്ങനെയാകുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? കഴിഞ്ഞ നമ്മൾ 7 ജില്ലകളിൽ വിജയം കണ്ടു. സുബിലാഷ്, നമ്മൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ നമുക്ക് വിജയം എന്ന് പറയുന്നതിൽ നമുക്കൊരു പ്രതിയോഗി പോലും ഇല്ല. സൈലം എന്ന് പറയുന്നത് എപ്പോഴും മികച്ച വിജയങ്ങൾ മാത്രം മുന്നോട്ട് വെക്കുന്ന, ഫസ്റ്റ് റാങ്കുകൾ മാത്രം കാണുന്ന ഒരു സ്ഥാപനമായിട്ട് മാറുകയാണ്. ശോഭനേച്ചി, അദ്ദേഹത്തിന് ഒരു താക്കോല് കൊടുക്കൂ. ആ സമയം കൊണ്ട് ഞാൻ നമ്മളുടെ കേന്ദ്ര പ്രതിനിധിയായ ശ്രീ പ്രഭു ഫ്രം ഡൽഹി, എന്താണ് ശ്രീ പ്രഭുജി അങ്ങക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്? सी मिस्टर सुबलाश, हमारा पूरा विजय है, पूरा बहुत बड़ा विजय है. पूरा बैच हमारा केंद्र मंसूर अली कापुंगल और जरनसों का पद्धति है, पूरा केंद्र का पद्धति है. ये विजय और ये बैच पूरा बहुत बड़ा विजय हमारा केंद्र जाइल का पद्धति है. ശ്രീ പ്രഭുജി, ഇതൊന്ന് മലയാളത്തിൽ പറയാനുണ്ട്. ഇതെല്ലാം നമ്മുടെ സൈലത്തിന്റെ പദ്ധതിയാണ്.
ഉറപ്പാണ്. അത് അതിനിപ്പോ ഇത് മൻസൂർ അലി ജെറി മൻസൂർ അലി സാറിന്റെയും ജെറിൻ സാറും ആണ് ഇതിന്റെ മെയിൻ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയല്ലോ. അപ്പൊ ഞാൻ ഹിന്ദിയാണല്ലോ, അതെ അതെ. കേന്ദ്രത്തിന്റെ ആളാണല്ലോ. അപ്പൊ ഹിന്ദിയില് അപ്പൊ അങ്ങ് പറയുന്നത് ഇതിന്റെ പ്രധാന നെടുന്തൂണെന്ന് പറയുന്നത് മൻസൂർ അലി കാപ്പുങ്കൽ, ജെറിൻ ജോൺ എന്നിവർ നയിക്കുന്ന ശക്തമായ ഒരു സേനയാണ്. പക്ഷേ ഇത്രയധികം ബാച്ചുകളിലുള്ള സൈലത്തിലെ ഏറ്റവും മികച്ച ബാച്ച് ഏത് എന്ന് ഇവിടെ നിൽക്കുന്ന ഏതെങ്കിലും ഒരു നേതാവിന് പറയാൻ സാധിക്കുമോ? സുബലാഷെ മഹിളാ വിഭാഗത്തിന്റെ ശക്തമായ പ്രതിഷേധം ഞാൻ രേഖപ്പെടുത്തുന്നു. കാരണം നിങ്ങൾ ഡൽഹിയിൽ നിന്ന് വന്ന പ്രഭുവിന് പൂരി കൊടുത്തു, വട കൊടുത്തു, എനിക്കൊരു മുട്ട പപ്സും ചായയെങ്കിലും തന്നു. ചേച്ചി അത് പൂരി മടയല്ല ചേച്ചി, പൂരാ ബട. ഇനി നമുക്ക് ഇവിടെ പറയാനുള്ളത് സൈലത്തിന്റെ പ്രധാനപ്പെട്ട പദ്ധതികളായ ഏത് കോഴ്സാണ് മികച്ചത് എന്നാണ്. കഷ്ടമാണ് കേട്ടോ സുബ്രാഷ്, 30 സെക്കൻഡ് തന്നു. 30 സെക്കൻഡ് തന്നു. കഷ്ടമുണ്ട്. 30 സെക്കൻഡ് കഴിഞ്ഞു. 30 സെക്കൻഡ് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് പറയാൻ മറ്റൊന്നുമില്ല, സൈലം തന്നെ കേരളത്തിലെ ഏറ്റവും മികച്ചതെന്ന്. കേരളത്തിലെ ഈ സൈലത്തിലെ ഏറ്റവും മികച്ച ബാച്ച് ഏത് എന്നുള്ളതാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. ഇത് തർക്കിച്ചാൽ തീരുന്ന ഒരു വിഷയമല്ല. കാരണം ഏറ്റവും മികച്ച ബാച്ചുകൾ മാത്രമേ സൈലം PSC ഉള്ളൂ. കേരളത്തിലെ ഏറ്റവും മികച്ചത് സൈലം PSC തന്നെയാണ്. അതുകൊണ്ട് സൈലം PSC ആരും മറക്കണ്ട, ഇവിടുത്തെ ഏറ്റവും മികച്ച നിയോജക മണ്ഡലം ഏത്? സൈലം PSC.